ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിരട്ട ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ലൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചായപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചിരട്ടയുടെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ വെള്ളത്തിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ആ ലെവലിൽ വേണം തീ കൂട്ടി വെക്കാൻ. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കുന്നത്. ഇനി നമ്മൾ ചിരട്ട എടുക്കുമ്പോൾ ഇതുപോലെ 3 ലൈൻ വരുന്ന ഈ ചിരട്ട വേണം സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ആ കണ്ണുള്ള ഭാഗം വരുന്ന ചിരട്ട എടുക്കുമ്പോൾ പെട്ടെന്ന് ചിരട്ട കത്തി പോകും. ഇനി നമ്മൾ ഈ ചായ റെഡിയാക്കാൻ വേണ്ടി പാലാണ് എടുക്കുന്നതെങ്കിൽ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനെക്കൊണ്ട് ഞാൻ ഈ പാൽപ്പൊടി ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സാക്കിയതിന് ശേഷം ഞാനിത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ചിരട്ടയിലുള്ള വെള്ളം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചായപ്പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് ഉള്ള അളവൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചായ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഈ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ചായപാത്രത്തിൻ്റെ മുകളിലേക്കാക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്കായിട്ട് ചായ തൂവും. അപ്പം നമ്മുടെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ചിരട്ട ചായ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചായ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ല ചിരട്ടയുടെ ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.